അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ യാത്ര തുടങ്ങുന്നത്. ഈ ഒരു ഇടവഴി കണ്ട, ഈ ഒരു ഇടവഴി കയറി ചെല്ലുന്ന കണ്ട ഒരു അടിപൊളി കുളത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുള്ള വഴിയൊക്കെയാണ് ഈ കാണുന്നത്. തൊട്ടപ്പുറത്ത് കൽപ്പടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുവഴി കയറി ചെല്ലുമ്പോൾ ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു അടിപൊളി കെട്ടിടം കാണാൻ പറ്റും നമുക്ക്. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അതും കണ്ട് നമ്മൾ നേരെ ആ കെട്ടിടത്തിനകത്തേക്ക് ചെല്ലുമ്പോണ്ടല്ലോ, നാലുകെട്ടിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഭംഗി നമുക്കവിടെ ആസ്വദിക്കാൻ കഴിയും. ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ളൊരു നിർമ്മിതിയാണ് ഇത് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ കാണുന്നുണ്ടോ, ഇതിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നേരെ കാണാൻ അതിൻ്റെ അടുക്കളയാണ് കേട്ടോ. വല്ലാത്തൊരു നിർമ്മിതിയാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. അടിപൊളി കാഴ്ച തന്നെ. കൂടെ ഒരു വരലും അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കിണറും പിന്നെ അവിടുത്തെ അടുപ്പ് സംഭവങ്ങളൊക്കെ. അതും കണ്ടുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ നാലുകെട്ടിലേക്ക് വരുമ്പോഴല്ലോ, ഇവിടെ നല്ല അടിപൊളി ചുമർ ചിത്രങ്ങളും അതേപോലെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ നടുമുറ്റത്തേക്ക് ഇറങ്ങി ഞാനൊന്ന് കറങ്ങി, മൊത്തത്തിലൊന്ന് കണ്ടു. അടിപൊളി. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കരിയിലെ കൂട്ടി കത്തിക്കുന്ന പുകയും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് അഴകിൽ അങ്ങോട്ട് ലയിച്ച് നിൽക്കുകയാണ് നമ്മുടെ വരിക്കാശ്ശേരി മല, നമ്മുടെ മലയാള സിനിമയുടെ തറവാട് കേട്ടോ. ഒരു പ്രത്യേക തരം ഫീലാണ് ഇവിടെ. മുമ്പ് പലതവണ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു പുതുമ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. 3 നിലകളാണ് ഇതിനുള്ളത് കേട്ടോ. എങ്കിലും ആകെ താഴെ മാത്രമേ പ്രവേശനമുള്ളൂ. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങും നമ്മൾ പല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇവിടേക്ക് വരാനായിട്ട് നമുക്ക് ഒറ്റപ്പാലത്തു നിന്ന് ആകെ 7 കിലോമീറ്ററും ഷൊർണൂരിൽ നിന്ന് ആകെ 11 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ആകെ 30 രൂപയുള്ളൂ കേട്ടോ ഒരാൾക്ക്. അപ്പോൾ എല്ലാവരും വരെ അടിച്ചു പൊളിക്കുക.